നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. മലയാളത്തിന്റെ ഇതിഹാസ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ് ഈ മാസം 29, 30, 31 തീയതികളിൽ നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മന്ത്രി പി പ്രസാദ് ബീച്ച് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സമാപന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ. തണലാണ് കുടുംബമെന്ന സന്ദേശമുയർത്തി മർക്കസ് മസ്ജിദ് മദ്രസയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PA അൻസാരി കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഉപഭോക്തൃവകാശ ദിനം ആചരിച്ചു. അമ്പലപ്പുഴ MLA ഇസ്ലാം ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ 7ാമത് വാർഷികാഘോഷം ഇസ്ലാം MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മലയാളത്തിന്റെ ഇതിഹാസ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. മലയാളത്തിന്റെ ഇതിഹാസ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. കഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, പത്രാധിപർ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, ലേഖകൻ, പ്രഭാഷകൻ, നാടകകൃത്ത്, നടൻ, സംവിധായകൻ, നാടക പരിഭാഷകൻ, ഗാനരചയിതാവ്, ബാലസാഹിത്യകാരൻ, അധ്യാപകൻ, സംഘാടകൻ, ഭരണാധികാരി, ജ്ഞാനപീഠമടക്കമുള്ള പുരസ്കാരങ്ങളുടെ ജേതാവ് എന്നിങ്ങനെ ഇടപെട്ട ഇടങ്ങളിലെല്ലാം തന്റെ കയ്യൊപ്പ് ആഴത്തിൽ പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു MT വാസുദേവൻ നായർ. പാതിരാവും പകൽ വെളിച്ചവും ആണ് ആദ്യ നോവൽ. പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയ ആദ്യ നോവൽ നാലുകെട്ടാണ്. തകഴിയെക്കുറിച്ചും മോഹിനിയാട്ടത്തെപ്പറ്റിയും MT ഡോക്യുമെന്ററികൾ ഒരുക്കിയിട്ടുണ്ട്. ഗോപുരനടയിൽ എന്ന പേരിൽ നാടകവും രചിച്ചു. ആൾക്കൂട്ടത്തിൽ തനിയെ, മനുഷ്യർ നിഴലുകൾ, വൻകടലിലെ തുഴവള്ളക്കാർ എന്നീ യാത്രാവിവരങ്ങളും MT എഴുതി. NP മുഹമ്മദുമായി ചേർന്ന് 10 വിശ്വോത്തര കഥകൾ വിവർത്തനം ചെയ്തു. മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നീ ബാലസാഹിത്യ കൃതികളും MTയുടേതായി പുറത്തുവന്നു. കാതികന്റെ പണിപ്പുര, ഹെമിംഗ്വേ ഒരു മുഖപുര, കാതികന്റെ കല എന്നീ സാഹിത്യ പഠനങ്ങൾ, കിളിവാതിലിലൂടെ ഏകാകികളുടെ ശബ്ദം, രമണീയം ഒരു കാലം, സ്നേഹാധാരങ്ങളോടെ ഓർമ്മക്കുറിപ്പുകൾ, അമ്മയ്ക്ക്, മുത്തശ്ശിമാരുടെ രാത്രി തുടങ്ങിയ ലേഖനങ്ങളും MT രചിച്ചിട്ടുണ്ട്. ചിത്രത്തെരുവുകൾ എന്ന പേരിൽ ചലച്ചിത്ര സ്മരണകൾ പുസ്തകമാക്കി. വാക്കുകളുടെ വിസ്മയം എന്ന തലക്കെട്ടിൽ പ്രസംഗങ്ങളുടെ സമാഹാരവും MTയുടെ പേരിൽ പുറത്തുവന്നു. സാഹിത്യ ജീവിതത്തിന്റെ തുടർച്ച തന്നെയായിരുന്നു MTക്ക് സിനിമാ ജീവിതവും. 1965 സ്വന്തം കൃതിയായ മുറപ്പണിന് തിരക്കഥ എഴുതിയാണ് MTയുടെ സിനിമാ പ്രവേശം. ഓളവും തീരവും, അസുരവിത്ത്, ഇരുട്ടിന്റെ ആത്മാവ്, ഓപ്പോൾ, പഞ്ചാഗ്നി, നഗക്ഷതങ്ങൾ, വൈശാലി, പെരുന്തച്ചൻ, ഒരു വടക്കൻ വീരഗാഥ എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് പഴശ്ശിരാജ, താഴ്വാരം, അക്ഷരങ്ങൾ, ആൾക്കൂട്ടത്തിൽ തനിയെ തുടങ്ങി 60ഓളം ചിത്രങ്ങൾക്ക് തിരക്കഥയും എഴുതി. 1974 ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലും MTയുടെ നിർമ്മാല്യത്തെ തേടിയെത്തി. നിരവധി സിനിമകൾക്ക് തിരക്കഥ രചിച്ചിട്ടുള്ള അദ്ദേഹത്തെ തേടി മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണ എത്തി. 1933 ജൂലൈ 15 T നാരായണൻ നായരുടെയും തെക്കേപ്പാട്ട് അമ്മാളു അമ്മയുടെയും മകനായാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ ജനിച്ചത്. 2 തവണ വിവാഹിതനായ MTയുടെ ആദ്യ ഭാര്യ എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയാണ്. പിന്നീടാണ് പ്രശസ്ത നർത്തകിയായ കലാമണ്ഡലം സരസ്വതിയെ വിവാഹം ചെയ്തത്. കോഴിക്കോട് നടക്കാവിൽ രാരിച്ചൻ റോഡിലുള്ള വീട് സിത്താരയിലായിരുന്നു ഏറെക്കാലമായി MTയുടെ താമസം. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ് ഈ മാസം 29, 30, 31 തീയതികളിലായി നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മന്ത്രി പി പ്രസാദ് ബീച്ച് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സമാപന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ് ഈ മാസം 29, 30, 31 തീയതികളിൽ നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റിയും അതോടൊപ്പം തന്നെ ആളുകൾക്ക് അവിടെ കുടുംബസഹിതം എത്തിക്കഴിഞ്ഞാൽ സമാധാനപൂർവ്വമായിട്ട് അവിടെ ഭംഗിയായിട്ട് അവിടെ ഇരിക്കാനും കാര്യങ്ങൾ ആസ്വദിക്കാനും ഉള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി വളരെ ഡിസിപ്ലിൻഡായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമായിട്ട് മിനിസ്റ്റർ പോലും മെൻഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ
ഈ വർഷം എല്ലാ വർഷവും നമ്മൾ നടത്തിപ്പോരുന്നത് ഡിസംബർ ഏറ്റവും അവസാനത്തെ 2 ദിവസങ്ങളാണ് നമ്മൾ നടത്തിപ്പോരുന്നത്. 30, 31. അർത്തുങ്കൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബീച്ച് ഫെസ്റ്റ് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 29 രാവിലെ 9 അർത്തുങ്കൽ ബീച്ചിൽ നീന്തൽമേളയും 10 മണിക്ക് റോഡ് ഷോയും നടക്കും. വൈകിട്ട് 6 സാംസ്കാരിക സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തെ തുടർന്ന് രാത്രി 8 നൃത്തസന്ധ്യയും 9 നാടൻ കലകളുടെ ആവിഷ്കാരവും നടക്കും. 30-ാം തീയതി വൈകിട്ട് 4 സാംസ്കാരിക ഘോഷയാത്രയും രാത്രി 8 മണി മുതൽ കലാപരിപാടികളും നടത്തും. സമാപന ദിവസമായ ഡിസംബർ 31 രാവിലെ 10 മണിക്ക് വള്ളങ്ങളുടെ തുഴച്ചിൽ മത്സരവും നടത്തും. വൈകിട്ട് 6 നടക്കുന്ന പൊതുസമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. രാത്രി 8 അൻവർ ആസാദും പ്രദീപ് പള്ളൂരുത്തിയും നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റും രാത്രി 10 മണി മുതൽ അതുൽദാസ് കൃഷ്ണൻ നയിക്കുന്ന സംഗീത നിശയും നടക്കും. ജനറൽ കൺവീനർ ബാബു ആന്റണി, ചെയർമാൻ സുരേഷ് ജോസഫ്, ഗിരീഷ് മഠത്തിൽ, PV ജോൺസൺ, TC ജോസുകുഞ്ഞ് എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. തണലാണ് കുടുംബം എന്ന സന്ദേശമുയർത്തി മർക്കസ് മസ്ജിദ് മദ്രസയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PA അൻസാരി കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അബ്ദുൽ ഹക്കീം പാണാവള്ളി ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. തണലാണ് കുടുംബം എന്ന സന്ദേശമുയർത്തി മർക്കസ് മസ്ജിദ് മദ്രസയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ സക്രിയ ബസാർ ജംഗ്ഷന് സമീപം ഈസ്റ്റ് വെനീസ് ഹാളിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PA അൻസാരി ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ കുടുംബം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച അല്ലാഹുവിന്റെ സവിശേഷമായ ഒരു ദൃഷ്ടാന്തമാണ്. ആദം ഹവ്വ ദമ്പതികളാണ്, സ്വർഗത്തിലാണ്. നമ്മളുടെ പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ ഇതര സൃഷ്ടിജാലങ്ങൾ സ്വച്ഛസുന്ദരമായി അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി സഞ്ചരിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി കുടുംബവും മുന്നോട്ട് പോയാൽ ഒരു തലത്തിലുള്ള താളപ്പിഴകളുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ താളപ്പിഴകൾ സംഭവിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആലപ്പുഴ ഏരിയ പ്രസിഡന്റ് K സിയാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പള്ളുരുത്തി ഐഡിയൽ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ ഹക്കീം പാണാവള്ളി മുഖ്യ പ്രഭാഷണം നടത്തി. മർക്കസ് മസ്ജിദ് ഖത്തീബ് അബ്ദുൽ അസീസ് മൗലവി, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ആലപ്പുഴ അമീർ K സെയ്ദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. മർക്കസ് മസ്ജിദ് പ്രസിഡന്റ് മുഹമ്മദ് അമീൻ സ്വാഗതം പറഞ്ഞു. മൂല്യങ്ങളും ബന്ധങ്ങളും കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ചു കൊണ്ടുപോകുവാൻ ഏറ്റവും നല്ല മാർഗം കുടുംബ ബന്ധങ്ങൾ നിലനിർത്തി പോവുക എന്നതാണ് എന്ന് കുടുംബസംഗമത്തിൽ അഭിപ്രായമുയർന്നു. പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു. H. സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു. ഉപഭോക്തൃ അവകാശ ജാലകം എന്ന പേരിൽ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഉത്തരവാദിത്തമുള്ളതും നീതിപൂർവകവുമായ നിർമ്മിത ബുദ്ധി എന്ന ആപ്തവാക്യത്തോടെ നടത്തിയ ദിനാചരണ പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. തെറ്റായ തരത്തിലേക്ക് അനുഭവം പേരേണ്ടി വരികയും ചെയ്താൽ അത് ചെയ്യുന്ന ആൾക്കാർക്കെതിരായി ശക്തമായ നിയമനിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു സാധ്യതയെക്കുറിച്ച് കാര്യമായി പലപ്പോഴും സമൂഹത്തിന് ബോധ്യമില്ല. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഒരു ഗൗരവമായ പ്രശ്നമല്ല. നമ്മൾ ഇത്തരം ദിനാചരണത്തിന്റെ ഭാഗമായും തുടർന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായും നമ്മുടെ സമൂഹത്തിലേക്ക് ആ ഒരു അറിവ് നൽകുക, അത് പകരുക എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ ദിനം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയെങ്കിലും ഹാൾ നടത്താതെ കുറച്ചുകൂടി പഞ്ചായത്ത് പ്രദേശത്തേക്കോ അങ്ങനെയെല്ലാം കുറച്ചുകൂടി വിപുലമായി നമുക്ക് നടത്താൻ കഴിയും. മറ്റ് പ്രദേശത്തേക്ക് മറ്റ് ജനങ്ങളെ കൂടി പങ്കെടുപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു പഞ്ചായത്ത് ഇതിന്റെ കൂടി സഹായത്തോടെ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ആ പഞ്ചായത്തിന്റെ കൂടി പ്രവർത്തനം വഴി നമുക്ക് കുറച്ചുകൂടി ആൾക്കാരെ കോൺഗ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും പേരിലേക്ക് കൂടി നമുക്ക് അത്തരം വിവരങ്ങൾ ഇവിടെ ഇപ്പോ ധാരാളം പേർ ആ തരത്തിലേക്കുള്ള കാര്യം സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടിയിൽ ജില്ലാ സപ്ലൈ ഓഫീസർ K. മായാദേവി അധ്യക്ഷത വഹിച്ചു. CDRC പ്രസിഡന്റ് PR ഷോളി, അഡ്വക്കേറ്റ് R. രാജേന്ദ്ര പ്രസാദ്, കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് കേരള ചെയർമാൻ KG വിജയകുമാരൻ നായർ, കൺസ്യൂമർ സംരക്ഷണ സമിതി ചെയർമാൻ ഹക്കീം മുഹമ്മദ് രാജ, AK. ജലജ, തൈക്കൽ സത്താർ, K. സോമറാവ്,
താലൂക്ക് സപ്ലൈ ഓഫീസർ ആർ സേതുലക്ഷ്മി എന്നിവർ സംസാരിച്ചു. CDRC അസിസ്റ്റന്റ് രജിസ്ട്രാർ എ റസിയ ബീഗം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ 7ാമത് വാർഷികം സലാം MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ 7ാമത് വാർഷികം സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മൾ ആരംഭിച്ച ഈ പ്രവർത്തനം അത് നമ്മുടെ സമൂഹത്തിൽ വിജയകരമായി അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനും കൂടി ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്നൊരു പ്രശ്നത്തെ നല്ലതുപോലെ നമുക്ക് അഡ്രസ്സ് ചെയ്യാനും ആ പ്രശ്നങ്ങൾ തരണം ചെയ്യാനും കഴിയുന്ന വിജയകരമായ പദ്ധതിയായി സ്നേഹിത മാറി എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അത് കൂടുതൽ സെന്ററുകളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്താകെ തീരുമാനിക്കപ്പെട്ടത്. നമ്മൾ ജീവിക്കുന്നൊരു സമൂഹത്തിൽ ഗാർഹിക പീഡനമാണെങ്കിലും മറ്റു തരത്തിലേക്കുള്ള പ്രയാസങ്ങളാണെങ്കിലും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിലും കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളാണെങ്കിലും എല്ലാം അതെല്ലാം നേരിടാനും തടയാനും രാജ്യത്താകെ നിയമമുണ്ട്. ഇവിടെ ഭരണഘടന നമ്മൾ വായിച്ചു നോക്കിയാൽ ഏത് ആർട്ടിക്കിൾ വായിച്ചു നോക്കിയാൽ അതൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈക്വാലിറ്റിയാണ്. ആ സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന നിൽക്കുന്ന രാജ്യത്ത് പല കാരണത്താൽ സാമൂഹ്യമായി ആ സമത്വം പാലിക്കപ്പെടുന്നില്ലെന്ന് കാണാം. അത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ പൗരന്മാർ എന്ന നിലയിൽ ആ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇന്ത്യൻ ഭരണഘടന തുല്യമായ അവകാശം നൽകുന്നതാണ്. ഭരണഘടന വിഭാവനം ചെയ്ത ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നതിന് കുടുംബശ്രീ അടക്കമുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് സലാം അഭിപ്രായപ്പെട്ടു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുടുംബജനാധിപത്യം എന്ന വിഷയത്തിൽ ജില്ലയിലെ വിവിധ CDSകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സ്കിറ്റുകളുടെ മത്സരത്തിൽ തകഴി CDS 1ാം സ്ഥാനം നേടി. ആലപ്പുഴ കയർ മെഷീൻ മാനുഫാക്ചറിംഗ് കമ്പനി ഹാളിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷത്തിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ സിമി ഷാഫി ഖാൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടെസി ബേബി, സ്നേഹിത കൗൺസിലർ ചരണ്യ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രോഗ്രാം മാനേജർ സുനിത മിഥുൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാളത്തിന്റെ ഇതിഹാസ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ് ഈ മാസം 29, 30, 31 തീയതികളിൽ നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മന്ത്രി പി പ്രസാദ് ബീച്ച് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സമാപന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ. തണലാണ് കുടുംബമെന്ന സന്ദേശമുയർത്തി മർക്കസ് മസ്ജിദ് മദ്രസയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PA അൻസാരി കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഉപഭോക്തൃവകാശ ദിനം ആചരിച്ചു. അമ്പലപ്പുഴ MLA സലാം ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ 7ാമത് വാർഷികാഘോഷം സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.